ഈശോംസിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, നിങ്ങൾക്ക് എത്ര പേർക്ക് നന്നായിട്ട് ചിരിക്കാൻ കഴിയും? മതിമറന്നൊന്ന് പൊട്ടിച്ചിരിക്കാൻ, മനസ്സ് തുറന്നൊന്ന് പുഞ്ചിരിക്കാൻ നിങ്ങൾക്ക് എത്ര പേർക്ക് സാധിക്കും? ഇടയ്ക്കൊക്കെ ആ കണ്ണാടിയുടെ മുമ്പിൽ പോയി ഒന്ന് ചിരിച്ചു നോക്കണം. നമുക്ക് എത്രമാത്രം ചിരിക്കാൻ സാധിക്കുന്നുണ്ടെന്ന് നമുക്കൊരു ഇവാലുവേഷൻ നടത്താം. ഒരു ചോദ്യം: ജീവിതത്തിൽ സന്തോഷം വരുമ്പോൾ ഒരുപാട് സന്തോഷിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു സങ്കടം വന്നാൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നിരാശയിലേക്ക് വീഴാതെ ദൈവസന്നിധിയിൽ വന്നിരുന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവത്തിന്റെ ആ മുഖത്ത് നോക്കി പുഞ്ചിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? എൻ്റെ ദൈവം എല്ലാം കാണുന്നുണ്ടെന്നും ദൈവം എൻ്റെ കൂടെയുണ്ടെന്നും എല്ലാം അറിയുന്ന ദൈവത്തിലാണ് എൻ്റെ പ്രത്യാശയെന്നും പറഞ്ഞ് നിങ്ങളുടെ വിശ്വാസം പ്രഘോഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? മാനവരക്ഷയ്ക്കായി ഭൂമിയിൽ അവതാരം ചെയ്ത ദൈവപുത്രനായ ഈശോയുടെ ജനന തിരുനാളിനൊരുങ്ങുന്ന മംഗളവാർത്ത കാലത്ത് നാം ഇന്ന് ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 57 മുതൽ 66 വരെയുള്ള വാക്യങ്ങളിൽ സ്നാപക യോഹന്നാന്റെ ജനനമാണ് നാം ധ്യാനിക്കുന്നത്. അസാധ്യതകളെ സാധ്യതകളാക്കി മാറ്റാൻ കഴിയുന്ന ദൈവത്തിന്റെ ശക്തമായ ഇടപെടൽ ഈ വചനഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. മരുഭൂമിയിലെ പാറയിൽ നിന്നും വെള്ളമൊഴുക്കാൻ കഴിയുന്ന ദൈവത്തിന് എലിസബത്തിന്റെ വന്ധ്യതയ്ക്കും സഖറിയായുടെ പ്രായാധിക്യത്തിനും അപ്പുറം കൃപ വർഷിക്കാൻ സാധിക്കുമെന്നും അവരുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കാൻ സാധിക്കുമെന്നും ഇന്നത്തെ വചനഭാഗം നമ്മോട് പറയുന്നു. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം 1-ാം വാക്യം: രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം കർത്താവിന്റെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. നമ്മുടെ സന്തോഷങ്ങളിൽ നമ്മുടെ കൂടെയുള്ള ദൈവം നമ്മുടെ ദുഃഖങ്ങളിലും നമ്മുടെ കൂടെയുണ്ടെന്നുള്ള വിശ്വാസം നമുക്കുണ്ടോ? 56-ാം സങ്കീർത്തനം 8-ാം വാക്യം: അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. നമ്മുടെ വേദനകൾക്ക് പിന്നിൽ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് എന്ന് നാം തിരിച്ചറിയണം. യോഹന്നാൻ എന്ന വാക്കിന്റെ അർത്ഥം ദൈവം കരുണ കാണിച്ചു എന്നതാണ്. സന്താനഭാഗ്യം ഇല്ലാതിരിക്കുക എന്നത് ദൈവാനുഗ്രഹത്തിന്റെ കുറവും ദൈവശിക്ഷയുടെ അടയാളവുമായി കരുതിയിരുന്ന ആ കാലത്ത് സഖറിയായെയും എലിസബത്തിനെയും കുറിച്ചുള്ള മനുഷ്യരുടെ വിധികൾ തിരുത്തി എഴുതി ദൈവം അവരോട് വലിയൊരു കരുണ കാണിക്കുകയാണ്. അവർക്ക് യോഹന്നാൻ എന്ന പുത്രൻ ജനിക്കുകയാണ്. മനുഷ്യരുടെ രക്ഷ എന്നത് മനുഷ്യരുടെ കണ്ടുപിടുത്തമോ പ്രയത്നഫലമോ അല്ല, മറിച്ച് ദൈവം നിശ്ചയിച്ച സമയത്ത് ദൈവം നടപ്പിലാക്കുന്ന ദൈവിക പദ്ധതിയുടെ ഭാഗമാണ് എന്ന് നാം തിരിച്ചറിയണം. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 18-ാം അധ്യായം 27-ാം വാക്യം: മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. നെപ്പോളിയന്റെ പടയോട്ടക്കാലം. നെപ്പോളിയൻ ഓസ്ട്രിയയിലെ ഫിൽഡ്കിർഹ് എന്ന ഗ്രാമം ആക്രമിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. ഈ വാർത്ത കേട്ട ഗ്രാമവാസികളെല്ലാം പേടിച്ച് തങ്ങളുടെ ഇടവക ദേവാലയത്തിൽ ഒത്തുചേർന്നു. അന്നൊരു ഈസ്റ്റർ ഞായറായിരുന്നു. വികാരിയച്ഛൻ ജനങ്ങളോടായി പറഞ്ഞു: ഇന്നുവരെ നാം നമ്മുടെ കഴിവിലും ശക്തിയിലും ആശ്രയിച്ച് മുന്നേറി, അതെല്ലാം പരാജയത്തിൽ അവസാനിച്ചു. നമുക്കെല്ലാവർക്കും നമ്മുടെ ബലഹീനതകൾ അറിയാം. ഇന്ന് നമ്മുടെ ബലഹീനതകൾ അറിയുന്ന നമ്മുടെ ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ച് ദൈവത്തോട് നമുക്ക് ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവം ഉറപ്പായും അത്ഭുതം പ്രവർത്തിക്കും. അവർ ഒന്നു ചേർന്ന് ദൈവത്തോടായി പ്രാർത്ഥിച്ചു. ഇവരുടെ ഉയർന്നു വന്ന പ്രാർത്ഥനയും പള്ളിയിലെ മണിമുഴക്കവും കേട്ട് നെപ്പോളിയന്റെയും സൈന്യത്തിന്റെയും ഉള്ളിൽ ഒരു ഭീതി ഉണ്ടായി. നെപ്പോളിയനും സൈന്യവും പേടിച്ച് പിന്മാറിയെന്നാണ് ചരിത്രം പറഞ്ഞു വെക്കുന്നത്. നമ്മളും പലപ്പോഴും നമ്മെ രക്ഷിക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ച് അജ്ഞരാകാറുണ്ട്. നമ്മുടെ ജീവിത സഹനങ്ങൾക്ക് നടുവിൽ നമുക്ക് ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങൾക്ക് മുമ്പിൽ മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്ന വചനത്തെ നമുക്ക് നെഞ്ചോട് ചേർക്കാം. ക്രിസ്മസ് ഒരു ക്ഷണമാണ്. നമുക്കായി പിറന്ന രക്ഷകനെ ആഴത്തിൽ അറിയുവാനുള്ള ക്ഷണം. ഗബ്രിയേൽ മാലാഖ മറിയത്തോടായി പറഞ്ഞു. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 37-ാം വാക്യം: ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ദൈവം അനുഗ്രഹിക്കട്ടെ.